ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ആലപ്പുഴയിലത്തെ കാലത്ത് തന്നെ അമ്മയും മോനും ബാൽക്കണിയിൽ വ്യൂ ഒക്കെ നോക്കി നിൽക്കുകയാണ്. സുപ്പും അമ്പാടിയും വൈഫൊക്കെ കാലത്ത് തന്നെ കുളിച്ച് സെറ്റപ്പായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മേലേക്ക് വിട്ടു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പോക്കോട്ടനാണെങ്കിൽ സെറിലൊക്കെ കാര്യങ്ങളൊക്കെ നൈസായിട്ടൊന്ന് സെറ്റാക്കി. ഞങ്ങൾക്കാണെങ്കിൽ ഇഡലിയും സാമ്പാറൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. നല്ല തന്നെയായിരുന്നു. പിന്നെ ഇടയിൽ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്ന കാലത്ത് തന്നെ പോക്കോട്ടനൊക്കെ നല്ല പാക്കിംഗ് ആണ്. പിന്നെ നമ്മൾ നേരെ റൂമൊക്കെ ലോക്ക് ചെയ്ത് നൈസായിട്ട് ലോക്കൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുപ്പും ഫാമിലി അങ്ങനെ ഇറങ്ങി. നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോയി ചാവിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ പിന്നെ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നേരെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കോക്കോനാട് റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് കാലത്ത് തന്നെ ഇറങ്ങും. പിന്നെ തൊഴിലുറപ്പിലത്തെ ചേച്ചിമാരൊക്കെ നൈസായിട്ട് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലത്ത് നേരത്തെ എൻ്റെ കൊണ്ട് തന്നെ പൂക്കോട്ടൻ അമ്പാടിയൊക്കെ വണ്ടിയിൽ നല്ല ഉറക്കായി. അതുകൊണ്ട് പിന്നെ വണ്ടി ഫുള്ള് സൈലൻ്റ് ആയിരുന്നേ. അല്ല നമ്മളവിടെ സൈഡിലൊരു ബീച്ചിൻ്റെ സൈഡ് കണ്ടപ്പോൾ നൈസായിട്ട് ഒന്ന് നിർത്തി. അപ്പോൾ സുപ്പാനിച്ച് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിനൊക്കെ കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലേക്കൊക്കെ നൈസായിട്ട് നോക്കി നിൽക്കുമ്പോൾ രണ്ട് ഡോൾഫിനെ ചാടുന്നത് കണ്ടു. പിന്നെ നോക്കിയപ്പോൾ അത് ഫാമിലി ആയിട്ട് വന്ന ഡോൾഫിനായിരുന്നു. 2-3 ഉണ്ടായിരുന്നു. അവറ്റിങ്ങളങ്ങനെ ചാട്ടലും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ജസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡോൾഫിനൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതും ഇങ്ങനെ ചാടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. അവിടെ ഒരു പഴയ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ബീച്ചിൻ്റെ സൈഡ് കണ്ടപ്പോൾ നിർത്തിയപ്പോൾ അത് കായലും ബീച്ചും ഒരുമിച്ചുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു ചേട്ടനായിട്ട് കമ്പനി ആയപ്പോൾ ആളിങ്ങനെ വല വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് മീനുകളൊക്കെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് കണമ്പ് വറ്റ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ബക്കറ്റിലാണെങ്കിൽ ആൾ കുറച്ച് കിട്ടിയ മീനുകളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ തരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മീനുകളായിരുന്നേ. അപ്പോൾ ആൾ പറഞ്ഞു ആൾ ഡെയിലി ഇങ്ങനെ തന്നെയാണ്. പിന്നെ അവൾക്ക് വർത്താനപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് ലൊക്കേഷനിലേക്ക് വിട്ടു. നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ നേവിയുടെ സൈഡൊക്കെ കണ്ട്. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്കൊരു പഴയൊരു നൊസ്റ്റാൾജി ആണല്ലോ. പഴയ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളും അങ്ങനെ കുറേയൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ അവിടേക്കും പോയി വണ്ടി നൈസായിട്ട് അവിടെ പാർക്ക് ചെയ്തു. നമ്മളൊരു സെമിത്തേരിയുടെ സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഒക്ടോബർ 2 ആയതുകൊണ്ട് ഗാന്ധി ജയന്തിയുടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഉപവാസം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടോയ്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ തന്നെ പൂക്കോട്ടിൻ്റെ അമ്പാടിൻ്റെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. പൂക്കോട്ട് നേരെ ഒരു ബസ് കയറി പിടിച്ചു. നമ്മൾ അവരോട് രണ്ടാളും പറഞ്ഞത് ഓരോ ടോയ്സ് എടുത്താൽ മതി എന്നാണ്. പൂക്കോട്ട് നേരെ ബസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഓട്ടോ വേണമെന്ന് പറഞ്ഞാൽ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനോട് ചോദിച്ചു ഓട്ടോ വേണോ ബസ് വേണോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ അവൻ ബസ് തന്നെ കൺഫേം ആക്കി. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അമ്പാടി 5 വെറൈറ്റി സാധനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ സെർച്ച് ചെയ്ത് അവനൊരു തോക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോക്കോട്ടിനൊരു ഇതുണ്ടായിരുന്നു ചാഞ്ചാട്ടം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നൈസായിട്ട് വണ്ടി എടുത്തു. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 കറക്കം കറങ്ങി അവിടെ നമുക്ക് ലൊക്കേഷനൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ട് നമ്മൾ നേരെ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോയി അവിടെ നിന്ന്. പിന്നെ അങ്ങനെ ഇത് നമ്മൾ എറണാകുളം വയറ്റിലെത്തിയിട്ടുണ്ട്. ലുലു മാളിൻ്റെ സൈഡിൽ ഇടപ്പള്ളി ഇങ്ങനെ എത്തി. പിന്നെ പോക്കോട്ടിന് നമ്മൾ കഞ്ഞി അവിടെ നിന്ന് കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും കുടിച്ച് ആലുവ പാഴം കടന്ന് നൈസായിട്ട് മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ഡ്രൈവിൽ മഴ കിട്ടണമെന്നാണ് ഇപ്പോഴാണ്. പിന്നെ നേരെ പെട്രോൾ പമ്പിൽ കയറി നൈസായിട്ട് പെട്രോളും കാര്യങ്ങളും അടിച്ച് വീട്ടിലെത്തി. പോക്കോട്ടിനെ കണ്ട സന്തോഷത്തിൽ അവൻ്റെ അച്ഛമ്മ ചാടിപ്പറഞ്ഞെടുത്ത് പോക്കോട്ടിന് പുതിയ വണ്ടി കിട്ടിയ എൻ്റെ പത്രാസും കാര്യങ്ങളായിരുന്നു. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ട്രിപ്പ് ഇവിടെ സമാപിക്കുകയാണ്. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് ഇറക്കി സുപ്പോൻ്റെ വണ്ടിയിലും കയറ്റി നമ്മൾ നമ്മുടെ വീട്ടിൽ കയറി. ഇങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.